Hello friends. Good morning. Good morning. Voice audible അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ബേസിലാണ് നമ്മൾ അനലൈസ് ചെയ്തത് അല്ലെ? ഓപ്ഷൻ സെല്ലിങ്. ഓക്കെ. അപ്പൊ അതില് നമ്മളൊരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടായിരുന്നു, ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെ? അപ്പൊ എല്ലാവരും അത് ചെയ്തു നോക്കിയിരുന്നോ? സെൻസിബിളിലൊക്കെ പോയി ചെയ്തു നോക്കിയിരുന്നോ? ചെയ്തപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വന്നിരുന്നോ? പല ആൾക്കാരും ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, സെൻസിബിളിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചില ആൾക്കാർക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ സെൻസിബിൾ തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നിലയ്ക്ക് ഈ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ മുമ്പ് ഈ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് വരും ലോസ് വരും എന്നുള്ളതൊക്കെ ആൾക്കാർ പേപ്പർ ട്രേഡ് ചെയ്തോ അല്ലെങ്കിൽ റിയൽ ട്രേഡ് ചെയ്താണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ ഈ അടുത്ത കാലഘട്ടത്താണ് ഇത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാൽക്കുലേറ്റർ വന്നത്, സെൻസിബിൾ. അപ്പൊ അതിന് വേറൊരു നല്ല റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ മാക്സിമം അതുമായി ബന്ധപ്പെട്ട ബ്രോക്കേഴ്സിന്റെ അടുത്ത് തന്നെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സെൻസിബിളിലൂടെ തന്നെ അനലൈസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ട്രേഡ് എടുക്കുന്നത് സെൻസിബിളിൽ തന്നെ വേണമെന്നില്ല. ഓക്കെ. അപ്പൊ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഓപ്ഷൻ ബുള്ളിഷ് വെർഷൻ അല്ലെ, നമ്മള് ബുള്ളിഷ് വെർഷൻ ആണ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അതായത് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുക, അതിന്റെ താഴെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലെ? അപ്പൊ ഇത് ഓൾറെഡി നോക്കിയിരുന്നോ? നിങ്ങൾ അതിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഡൗട്ടുകളുള്ളവർ ചോദിക്കുക. ചില ആൾക്കാര് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സമയത്ത് അതിന് ആൻസർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അത് വിഷ്വലി കാണിച്ചു തന്നാൽ തന്നെയല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഓൾറെഡി സെൻസിബിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കൈയോടെ നമുക്ക് ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോവാം. ആർക്കെങ്കിലും സെൻസിബിൾ ഇതുവരെ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടോ? സെൻസിബിൾ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന വല്ലവരുണ്ടോ? നിങ്ങൾ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാവോ? എനിക്ക് വോയിസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോ എനിക്ക് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എല്ലാം ഡൗട്ടാണ്, അതാണ് ഞാൻ ചോദിക്കാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഡൗട്ട് വരാതിരിക്കാൻ നമുക്ക് ഓരോ ചെറിയ പീസായിട്ട് നമ്മൾ പറയുന്നത് അന്നാന്ന് തന്നെ നമ്മൾ ചെയ്തു നോക്കാം. അപ്പോൾ ഒരു ചില ആൾക്കാർക്ക് അത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ ചില ആൾക്കാർക്ക് അതൊരു 4-5 റിപ്പീറ്റേഷൻസ് വേണ്ട വരും. അപ്പൊ ഈ ഒരു ഫീൽഡുമായി അധികം ബന്ധമില്ലാത്തവർക്ക്, ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നവർക്ക്, സോഫ്റ്റ്വെയറുകൾ അധികം യൂസ് ചെയ്ത് പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു 4-5 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുന്നവരെ കൺഫ്യൂഷൻ തന്നെയായിരിക്കും. അപ്പൊ മാക്സിമം നമ്മൾ അന്നാന്ന് ഓരോ പീസായിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അന്നാന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അന്നാന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ മറക്കാതെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം, നമുക്ക് ആഴ്ചയിൽ 2 ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ, പിറ്റേ ദിവസം തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലും പാനലും എഴുതി വെക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ ആദ്യത്തെ ഇതേപോലെ ഡൗട്ട്സുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവാം. ഒരു ചെറിയ ഡൗട്ടുകളൊന്നുണ്ടെങ്കിലും അത് എഴുതി വെച്ചോ. ചിലപ്പോ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഡൗട്ട്സുകൾ വരും പിറ്റേ ദിവസത്തേക്ക്. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ച ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ബുള്ളിഷ് വെർഷൻ മാത്രമല്ല കണ്ടുള്ളൂ. അപ്പൊ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതാണെന്ന് വിചാരിച്ചോ. ഒരു പക്ഷേ അത് ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ആവണമെന്നില്ല. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് വ്യൂയോട് കൂടിയിട്ട് ഇവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് മുമ്പ് പകരം പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ നോക്കുകയാണ് അല്ലെ? അപ്പൊ അതെങ്ങനെയാണ്? സ്ക്രീൻ ഷെയറിംഗ് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണേന്നുള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം.
അതായത് സെൻസിബിളിലും അതുപോലെ തന്നെ ബ്രോക്കറുടെ പാനലിലും പോയിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണോ നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് അല്ലെ, സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ കണ്ടു തുടങ്ങിയോ? ഓ, കാണുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് ഏതാണെന്ന് ഇവിടെ തന്നെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ തന്നെ ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം സെൻസിബിളിൽ പോയി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം പരിചയമുള്ള ആൾക്കാർ ഇത് ഓർത്ത് വെച്ചിട്ട് അവിടെ പോയി ചെയ്താലും മതി. അപ്പൊ ഇവിടെ 23,661 ആണ് ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. അതിന് നമ്മൾ വിളിക്കുന്നത് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഇത് 3 പര്യായങ്ങളാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള 50ന്റെ ഗുണിതമായിരിക്കും നമുക്ക് സെൻസിബിളിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള 50ന്റെ ഗുണിതം എത്രയാണ്? നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണൂല. എനിക്ക് ഈ ചാറ്റ് സെക്ഷൻ പിന്നെ ഇവിടെ വീണ്ടും വന്ന് എടുത്ത് നോക്കണം. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വോയിസ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നന്നായിരുന്നു. എത്രയാണ് 23,654ന്റെ തൊട്ടടുത്തുള്ള 50ന്റെ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് എത്രയാണ്? 23,650 അല്ലെ? അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പ്ലേസ് ചെയ്യാം. ഹൊറിസോണ്ടൽ ലൈൻ പ്ലേസ് ചെയ്യാൻ 2 ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൂൾസിൽ പോയിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ കിടക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഷോർട്ട് കട്ട് എഴുതി വെച്ചിട്ടുണ്ട് Alt+H അല്ലെ? അപ്പൊ Alt+H അമർത്തി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അതിനുശേഷം അതിന് നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടി അതിന്റെ കളർ റെഡ് ആക്കാം. ഇവിടെ പോയിട്ട് കളർ ചൂസ് ചെയ്യുക, റെഡ് ആക്കാം. അതുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നമ്മൾ അത് ആക്യുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യും. 23,650 അല്ലെ? അതിനുശേഷം ഇനി നമ്മൾ ഏത് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഡൗട്ട്സുകൾ ഉള്ളവര് ഇതിവിടെ മാർക്ക് തന്നെ ചെയ്ത് വെച്ച് പോവാം. PE അല്ലെ? PE നമ്മൾ സെല് ചെയ്തു എന്ന് സങ്കല്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെൻസിബിളിൽ പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഏത് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും നമുക്ക് ലാഭം കിട്ടും. എക്സ്പയറി ഡേറ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും നമുക്ക് ഈക്വൽ ലാഭം കിട്ടും അല്ലെ? എക്സ്പയറി ഡേറ്റ് ആവുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് എക്സ്പയറി ഡേറ്റിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഈ വെർട്ടിക്കൽ ഡോട്ടഡ് ലൈൻ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും? മാർക്കറ്റ് അവിടെ തന്നെ നിന്നാലും നമുക്ക് ലാഭമാണ്, മുകളിലേക്ക് പോയാലും നമുക്ക് ലാഭമാണ്. പക്ഷെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് വരും അല്ലെ? ആ അൺലിമിറ്റഡ് ലോസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ലോസ് വരും അല്ലെ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്, അതിൽ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഈ ഒരു അൺലിമിറ്റഡ് ലോസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും അല്ലെ? അപ്പൊ അത് എവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യാം? ഇപ്പൊ നമ്മൾ സെല് ചെയ്തേക്കുന്നത് ATM ആണ് 23,650. യെസ്, 600 അല്ലെ? തൊട്ട് താഴെയുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മറ്റൊരു ഹൊറിസോണ്ടൽ ലൈൻ കൂടി വരയ്ക്കാം അല്ലെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ കളറ് ഗ്രീൻ ആക്കാം. അപ്പൊ നമ്മൾ ബൈ ചെയ്യുന്നു എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റിൽ പോയിട്ട് ഇതും ഗ്രീൻ ആക്കിയിട്ട്, ടെക്സ്റ്റ് ഗ്രീൻ ആക്കിയിട്ട് PE എന്ന് തന്നെ മാർക്ക് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് വിഷ്വലി നല്ലൊരു വ്യൂ കിട്ടി. ഒരു PE സെല് ചെയ്യുന്നു ATM-ൽ, ഇപ്പൊ പ്രൈസ് നിൽക്കുന്നിടത്ത്. അതിന് താഴെയായിട്ട് OTM-ൽ ഒരു P ബൈ ചെയ്യുന്നു അല്ലെ? അത് കഴിഞ്ഞ ശേഷം കോർഡിനേറ്റ്സിൽ പോയിട്ട് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 23,600 ആണ് നമ്മൾ മുമ്പ് ചെയ്തത്, 650 ആണ് നമ്മൾ മുമ്പ് ചെയ്തത്. ഇവിടെ 23,600 അല്ലെ? 50 പോയിന്റ് താഴെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു വിഷ്വല് നിങ്ങൾ വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസിബിളിൽ പിന്നെ അത് പോയി റീക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ സെൻസിബിളിൽ പോയി കൺഫ്യൂഷൻ ആവും.
ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ക്ലാരിറ്റി ഉള്ള ആൾക്കാർക്ക് അത് അവിടെ പോയി ഓർത്ത് വെച്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ സംശയങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഇതുപോലെ വരച്ചിട്ടിട്ട്, അല്ലെ, ഇപ്പൊ നമുക്ക് ഒരു ആരോ കൂടി നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇതാ ഈ പുട്ട് ഓപ്ഷൻ താഴേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റിലായിരിക്കും, അല്ലെ. ഇപ്പൊ ഇവിടെ വരെ പോവാന്ന് വിചാരിച്ചു, ഇവിടെ വരെ പോകും, അല്ലെ, സെയിം ലെവൽ. അപ്പൊ അതിന് മുമ്പത്തെ പുട്ട് ഓപ്ഷൻ നമുക്ക് വലിയ ലോസിൽ വരും. ആ ലോസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ അതിന്റെ തൊട്ട് താഴെ നിന്നൊരു പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണ്. ഓക്കെ, ഇതുപോലൊരു വ്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് രണ്ടും പ്രോഫിറ്റ് അല്ലേ. ഇതായാലും പ്രോഫിറ്റ്, ഇതായാലും പ്രോഫിറ്റ്, അല്ലെ. ഓക്കെ, ന്യൂട്രൽ ആയിട്ട് നിന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതൊന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെൻസിബിളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ആരോ ഞാൻ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ ആരോ മാർക്കർ ഉണ്ട്, അതിലൊരു ആരോ എടുത്തിട്ട് ചിലപ്പോൾ ഡീഫോൾട്ട് ഇങ്ങനെയാവും കിടക്കാം. അപ്പൊ അതിനെ ജസ്റ്റ് മൊമെന്റം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഞാൻ സേവ് ചെയ്തു എന്ന് മാത്രം, ഒരു ആരോ പ്രോഫിറ്റും ലോസും കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ശേഷം നമുക്ക് ഇതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സെൻസിബിളിലേക്ക് പോയാൽ അത് അവിടെ കറക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാപ്ടോപ്പിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി. ഓൾട്ട് പ്ലസ് ടാബ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം, അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ബിൽഡ് എ ന്യൂ കസ്റ്റം സ്ട്രാറ്റജി അടിക്കുന്നു. അതിൽ നമ്മളുടെ ഫസ്റ്റ് ലെഗ്, അതായത് മെയിൻ ലെഗ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അടിച്ചു കൊടുക്കുകയാണ്. എത്രയാണ്? പുട്ട് ഓപ്ഷൻ 23,650 നമ്മൾ സെല് ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ചെയിൻ വന്നിട്ടുണ്ട്. ഇതിനും നമ്മൾ ഓപ്ഷൻ ചെയിൻ തന്നെയാണ് പറയാ. ഇത് നമ്മുടെ NSE ഓപ്ഷൻ ചെയിനിന്റെ ചെറിയൊരു പകർപ്പാണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഡെൽറ്റ, LTP, OI, ഈ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ. അപ്പൊ നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? പുട്ട് ഓപ്ഷൻ 23,650 സെല് ചെയ്യാണ്, അല്ലെ. അപ്പൊ ഇവിടെ ഇതൊന്ന് സൂം ചെയ്യണമെങ്കിൽ നമുക്ക് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി, കുറച്ചുകൂടി സൂം ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ സെല് ചെയ്തു, അല്ലെ. ഇപ്പൊ ഇവിടെ സെല് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. അതിനുശേഷം ബൈ ചെയ്താലും മതി. അത് നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നോക്കുക. മാക്സിമം പ്രോഫിറ്റ് നമുക്ക് 8,000 ഉണ്ട്. മാക്സിമം ലോസ് നമ്മുടെ അൺലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ വളരെ വലിയ ക്യാപിറ്റൽ വേണം, 1,50,000 വേണം, അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ക്യാപിറ്റലിനെ കുറയ്ക്കാനും ഈ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ നിന്ന് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യുന്നത്, അല്ലെ. അപ്പോ എവിടെ നിന്നാണ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണത്? ട്രേഡിംഗ് വ്യൂവിൽ നോക്കിയേ, 23,600 അതായത് തൊട്ട് താഴത്തെ സ്ട്രൈക്ക് നമ്മൾ ബൈ ചെയ്യാണ്. അപ്പൊ ഈ താഴത്തെ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ചെയിനിൽ എങ്ങനെയാണ്? മുകളിലുള്ള സ്ട്രൈക്കാണ്, അല്ലെ. 650 മുകളിലാണ് 600 കിടക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിനിലെ ഈ ഒരു സ്ട്രൈക്കിന്റെ കോളം ഇൻവെർട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്, തല കീഴായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ 23,600 നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടും പുട്ട് ഓപ്ഷൻ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു റോളും ഇല്ല ഇതില്, അല്ലെ. നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ രണ്ടും സെലക്ട് ചെയ്യേണ്ടത്. പുട്ട് ഓപ്ഷൻ ആണ് നമ്മൾ രണ്ടും സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സ്ട്രാറ്റജിയുടെ പേര് ബുൾ പുട്ട് സ്പ്രെഡ്, അല്ലെ. നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്, നമുക്ക് മുകളിലേക്ക് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുക. അത് ഈ പേ ഓഫ് ചാർട്ടിൽ നോക്കിയാൽ ഇപ്പൊ കാണാം. മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടും, താഴത്തേക്ക് പോകുമ്പോൾ ലോസ് വരും. രണ്ടും ലിമിറ്റഡ് ആണ്. പ്രോഫിറ്റും ഒരു പരിധിയിൽ കൂടുതൽ കിട്ടില്ല, ലോസും ഒരു പരിധിയിൽ കൂടുതൽ വരില്ല, അല്ലെ. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ വ്യത്യാസം അറിയാം. നമുക്ക് 1,50,000 ക്യാപിറ്റൽ വേണ്ടടുത്ത് ഇപ്പൊ ജസ്റ്റ് 31,000 ക്യാപിറ്റൽ യൂസ് ആവുള്ളൂ. 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ ട്രേഡ് ചെയ്യാം. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ മിനിമം 40,211 രൂപ വേണം ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ. പക്ഷെ ഈ ടൈമിൽ അതിൽ 31,000 രൂപയാണ് യൂസ് ആവുള്ളൂ. മനസ്സിലായോ? ബാക്കിയുള്ളത് അവിടെ കിടക്കും ഫ്രീ ആയിട്ട്. എപ്പോഴെങ്കിലും മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാർജിൻ കൂടുതൽ യൂസ് ആവും. എസ്പെഷ്യലി എക്സ്പയറി ടൈമിലോട് അടുക്കുമ്പോൾ മാത്രമാണ് യൂസ് ആവുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്കിത് 31,000 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ മിനിമം ട്രേഡിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് 40,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവുള്ളൂ.
ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ നേരത്തെ 8,000 രൂപ പ്രോഫിറ്റ് കണ്ടത് കുറഞ്ഞ് 2,000 ആയി. പക്ഷെ അൺലിമിറ്റഡ് ലോസ് കണ്ടത് കുറഞ്ഞ് 1,242 ആയി അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈ ട്രേഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഡൺ കൊടുത്ത് ഈ വിൻഡോ ഓപ്ഷൻ ചെയിൻ നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഇവിടെ പോയിട്ട് ട്രേഡ് ഓള് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ സെൻസിബിളിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഈ ഓപ്ഷൻ കാൽക്കുലേറ്ററിൽ ഇതൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ട്രേഡ് ഓള് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പുതിയൊരു വിൻഡോ വരും. അതിൽ പ്ലേസ് ഓൾ അറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പൊ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന പുട്ട് ഓപ്ഷൻ ബൈയും ആവും, ഈ കാണിക്കുന്ന പുട്ട് ഓപ്ഷൻ സെല്ലും ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈവൻ സറോദ അല്ലെങ്കിൽ ICIC ഡയറക്റ്റ് ഈ പറയുന്ന ബ്രോക്കേഴ്സിന്റെ അടുത്ത് മാത്രമേ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സറോദ എടുക്കേണ്ട വരെ കാര്യമില്ല. ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ആ മൊമെന്റിൽ തന്നെ നിങ്ങളുടെ സറോദയിൽ അത് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2 ട്രേഡ് ഒരുമിച്ചാണ് പ്ലേസ് ആവുക. അപ്പൊ ഇതൊരിക്കലും ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ട് പിന്നെ മറ്റൊരെണ്ണം പ്ലേസ് ചെയ്യരുത്. ഒന്ന് നമ്മൾ ആദ്യം തന്നെ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രോക്കർ ടെർമിനലിൽ പോയിട്ട് നമ്മൾ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ കുറച്ച് പ്രോഫിറ്റും ലോസും ഒക്കെ വന്നേക്കാം. അതായത് ഒരു 500 രൂപ 600 രൂപ പ്രോഫിറ്റോ ലോസോ വന്നാൽ പിന്നെ നമ്മൾ സെല്ല് ചെയ്താൽ ആ 500 രൂപയില് പ്രോഫിറ്റിൽ അവിടെ തന്നെ നിൽക്കും, വലിയ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ തന്നെ നമ്മളുടെ 500 രൂപ പ്രോഫിറ്റ് കിട്ടി. പക്ഷെ അത് നമ്മൾ ലക്കിന് വിട്ടുകൊടുക്കാണ്. ചിലപ്പോൾ നമുക്ക് 500 രൂപ ലോസ് ആയിരിക്കും വരാം. അപ്പൊ പിന്നെ ഇതിൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് വലിയ മാറ്റം ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നേരത്തേക്ക്. 500 രൂപ ലോസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 500 രൂപ ലോസ് എപ്പോഴും കാണിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ളതല്ല. ഇനിയിപ്പോ ഈവൻ നമ്മൾ ബൈ ചെയ്യുന്നതിന് പകരം സെല്ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ വേണം അല്ലെ. അപ്പൊ നമ്മളുടെ കയ്യിൽ 40,000 രൂപയേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ 50,000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവില്ല. കാരണം എന്താ? സെല്ല് മാത്രമായിട്ട് ചെയ്യാൻ നമുക്ക് 1.5 ലക്ഷം രൂപ വേണം. അപ്പൊ ആ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഈ സെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്യുന്നത് സെല്ലിംഗ് അല്ലല്ലോ, സെല്ലിംഗ് പ്ലസ് ബൈയിങ്, അതായത് ഹെഡ്ജിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. അതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്താണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു? ഓ, ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്യണ്ടതാണോ? അതെ അതെ. ആ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഇത് ഓൾറെഡി നിങ്ങൾ പോയി ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടതാണ് അതിന്റെ തിയറി കാര്യങ്ങളൊക്കെ. നിങ്ങൾ പോയി ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ഇനി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ലോയിൽ ക്ലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ തന്നെ ബെയറിഷ് വെർഷൻ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഇത് നമുക്കിനി എങ്ങനെ നമ്മുടെ ബ്രോക്കറിൽ ട്രേഡ് എടുക്കാന്നുള്ളത് കാണാം. അതായത് ഇപ്പൊ നമുക്ക് ഈവൻ ഇൻ കേസ് നമുക്ക് സെൻസിബിളിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളത് എത്ര പ്രോഫിറ്റ് ഒരു ലോസ് വരുന്നുള്ളതൊക്കെ അളന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ബൈ ചെയ്താൽ അല്ലെങ്കിൽ ഹെഡ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് സെൻസിബിൾ. പക്ഷെ ഈ ട്രേഡ് എടുക്കാൻ ആക്ച്വലി സെൻസിബിളിന്റെ ആവശ്യമില്ല. നമ്മളിത് വൺസ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി മൊബൈലിൽ നിന്ന് തന്നെ ഓക്കെ, വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒരു മിനിറ്റ്. അതായത് നമുക്ക് ഈ
ABC സുനിലില്ലേ, ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന സർവർ ഏതാണെന്ന് അറിയോ? ഒരു ABC അങ്ങനെ കാണാറില്ലേ? അതിലാണ് ഞാൻ എടുക്കാറ്. ഇന്നിപ്പോ KBC സുനിലാണ് ഇവിടെ കാണുന്നത്. സൗണ്ട് ഓഫാണെന്ന് തോന്നുന്നു. 5G വന്നിട്ടില്ല, ഇതെന്താ ചിലപ്പോൾ സ്ലോ ആവുക. ഇടയ്ക്കിങ്ങനെ ഒരു ക്ലോസിംഗ് നെറ്റ്വർക്ക് കണക്ഷൻ ഹലോ. സൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എങ്ങനെയാണ്? വോയിസ് കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ബ്രേക്ക് ആയി പോവാണെങ്കിൽ വോയിസോ അല്ലെങ്കിൽ സ്ക്രീനോ ബ്രേക്ക് ആയി പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞോളെ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ സെൻസിബിളി യൂസ് ചെയ്താലും മതി. കുറച്ച് പ്രാവശ്യം നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അതിന് ശേഷം പിന്നെ സെൻസിബിൾ എടുക്കണമെന്നില്ല, നമ്മുടെ ബ്രോക്കറുടെ പാനലിൽ തന്നെ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്പ് എടുക്കാം. നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് ആഡ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് സെൻസിബിള് ഓൾറെഡി ഇതുവരെ ആക്സസ് റെഡി ആവാത്തവര് പലരും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുറമെയുള്ള ആൾക്കാർ, ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ പലർക്കും സെറോദ ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണില്ല, സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ ബ്രോക്കറുടെ ആപ്പ് സെൻസിബിൾ ആണെങ്കിൽ മറ്റേ ഫസ്റ്റ് സ്റ്റോക്ക് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുക, അല്ലെങ്കിൽ സെറോദ ആണെങ്കിൽ സെറോദ എടുക്കുക. എല്ലാത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവരും എടുത്തോ? അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റോക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ബ്രോക്കറിൽ ചിലപ്പോൾ ആ ഓർഡർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കിടക്കണ്ടാവുക. ഓൾമോസ്റ്റ് വളരെ സിമിലർ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതില് ഓർഡേഴ്സ് എന്ന് പറയുന്ന പേജിൽ പോവാം. ഫസ്റ്റ് സ്റ്റോക്കിൽ താഴെ 5 പേജ് കാണാം. ഡാഷ്ബോർഡ്, വാച്ച് ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, പ്രൊഫൈൽ. അതിൽ നടുക്കത്തെ പേജ് ഓർഡേഴ്സ് എന്ന് പറയുന്ന പേജിൽ പോവാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതില് ടോപ്പിൽ നമുക്ക് ഒരു 5-6 പേജുകൾ കാണാം. ഓപ്പൺ, എക്സിക്യൂട്ടഡ്, GTT, ബാസ്ക്കറ്റ്, SIP, അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 പേജുകൾ കാണാം. അതിൽ കുറച്ച് റൈറ്റിലേക്ക് വരുമ്പോൾ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ ക്ലിക്ക് ചെയ്യാം. ബാസ്ക്കറ്റ് ഇത് സ്ക്രീൻ ഷെയർഡ് അല്ല അല്ലെ? ഇപ്പൊ ഞാൻ സ്ക്രീനിലല്ല കാണിക്കുന്നത്, മൊബൈലിൽ ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റോക്കിന്റെ ബ്രോക്കറുടെ ആപ്പ് എടുക്കുക. ഓക്കെ, അതിലത്തെ കാര്യമാണ് പറയുന്നത്, വെബിലത്തെ കാര്യമല്ല. വെബ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് യൂസ് ചെയ്യണത്. ശരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മൊബൈലിലാണല്ലോ ട്രേഡ് ചെയ്യുക. നമ്മൾ മാക്സിമം അങ്ങനെ ചെയ്യണതായിരിക്കും ബെറ്റർ. ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യുക. ബ്രോക്കറുടെ ആപ്പിൽ നമ്മൾ മൊബൈലിലൂടെയാണല്ലോ മിക്കവരും ട്രേഡ് എടുക്കുക. അപ്പോൾ മൊബൈലിലെ ആപ്പിലത്തെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് 5 പേജുകളാണുള്ളത്. അതിൽ നടുക്കത്തെ പേജ് ഓർഡേഴ്സ്. ആ ഓർഡേഴ്സിൽ പോയാൽ വീണ്ടും ടോപ്പിൽ നമുക്ക് ഒരു 6 സെക്ഷൻസ് ആയിട്ട് കാണാം, 6 പേജസ് ആയിട്ട് കാണാം. അതിൽ 4ാമത്തെ പേജാണ് ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ സെന്ററിൽ ക്രിയേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലസിന്റെ സിമ്പിൾ ഉണ്ട്. ഒരു പ്ലസിന്റെ സിമ്പിളും ക്രിയേറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം.
അപ്പൊ അവിടെ ചോദിക്കും നിങ്ങളുടെ ബാസ്ക്കറ്റിന്റെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ട്, നെയിം യുവർ ബാസ്ക്കറ്റ്. അപ്പൊ എന്തെങ്കിലും പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സ്ട്രാറ്റജിയുടെ പേര് തന്നെ നമുക്ക് കൊടുക്കാം. എന്താണ് സ്ട്രാറ്റജിയുടെ പേര്? നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ പേര് എന്താണ്? അതിന്റെ ഒരു ഷോർട്ട് ഫോം നമുക്ക് കൊടുക്കാം. യെസ്, ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെ. അപ്പൊ BPS എന്ന് കൊടുക്കുക. BPS. ഓക്കെ, നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഡേറ്റ് ഇടാം. അതായത് 24/7 ഇട്ടിട്ട് 24-7 ഇട്ടിട്ട് 24/7 അല്ലെ. സേവ് കൊടുത്തു, ഒരു പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ പേര് കൊടുത്തു കഴിഞ്ഞാല് അതിൽ നമുക്ക് ടോപ്പിൽ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അവിടെയും ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇതൊരു ബാസ്ക്കറ്റ് ആണ്. ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാർട്ട് കാണാറില്ലേ? കാർട്ട്, അതായത് നമ്മൾ പല പല ഐറ്റംസ് ആ കാർട്ടിലേക്ക് ഇട്ടിട്ട് അവസാനം ഒരുമിച്ച് പർച്ചേസ് ചെയ്യല്ലേ ചെയ്യാറ്. ഇപ്പൊ നമുക്കൊരു 3-4 ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ 4 ഐറ്റംസ് ആദ്യം കാർട്ടിലേക്ക് ആഡ് ചെയ്യാറില്ലേ? അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് 0/20 ഐറ്റംസ്, അതായത് നമുക്ക് 20 ട്രേഡുകൾ ഒരുമിച്ച് ട്രേഡ് എടുക്കാൻ പറ്റും ഇതില്. പക്ഷെ നമുക്ക് സാധാരണ നൽകി 2-4 ട്രേഡ്സിന്റെ ആവശ്യം വരാറുള്ളൂ ഓപ്ഷൻ ഹെഡ്ജിങ് ചെയ്യുമ്പോൾ. ഓക്കെ, അനിൽ പിള്ളൈ, സ്ക്രീൻ ആർക്കും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ മൊബൈലിലെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറിൽ എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സെൻസിബിളിൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. അപ്പോ ഫസ്റ്റ് സ്റ്റോക്കിൽ അത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സെൻസിബിള് ഇതുവരെ ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണത്. മനസ്സിലായോ? സെൻസിബിൾ ഓൾറെഡി റെഡി ആയവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ട്രേഡ് ചെയ്യാം. അതിന്റെ മൊബൈൽ വെർഷനിൽ ഇതുപോലെ തന്നെയാണ്, ട്രേഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാം. അതല്ല, സെൻസിബിൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ബ്രോക്കറുടെ പാനലിൽ എങ്ങനെയാണ് ഇത് എടുക്കണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് പല ബ്രോക്കേഴ്സിലും പലതരമാണ്. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മളടുത്ത് ഫസ്റ്റ് സ്റ്റോക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. ഓരോ ബ്രോക്കേഴ്സിലും അവിടെ ഇവിടേക്ക് ആയിട്ടായിരിക്കും ഈ ഓപ്ഷൻസ് കിടക്കണ്ടാവുക. അപ്പൊ ചിലർക്ക് അത് കണ്ടുപിടിക്കാൻ വളരെ ടഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റോക്ക് തന്നെ എടുക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പിൽ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇതിൽ ഓരോന്നും സെർച്ച് ചെയ്യണം. ഏതൊക്കെയാണ്? നമുക്കപ്പോ സെൻസിബിൾ വേണ്ട. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് സെൻസിബിൾ വേണ്ട. ജസ്റ്റ് ട്രേഡിംഗ് വ്യൂവിൽ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. 23,650 PE നമ്മൾ സെല് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പൊ കറക്റ്റ് സെർച്ച് ചെയ്താൽ തന്നെയാണ് അത് കിട്ടുള്ളൂ. ബ്രോക്കറുടെ ആപ്പിൽ കൂടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെൻസിബിളിൽ തന്നെ നേരിട്ട് ട്രേഡ് എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് അത് പറ്റാത്തവർക്ക് ഇതെങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിഫ്റ്റി എന്നടിക്കുക. ഇതിൽ തെറ്റിക്കഴിഞ്ഞാൽ പല ബ്രോക്കേഴ്സിനും അത് കൃത്യമായിട്ട് കാണിക്കില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനോ ChatGPT പോലെ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. നമ്മൾ സ്പെല്ലിംഗ് തെറ്റാതെ കറക്റ്റ് ആയിട്ട് അടിച്ചാൽ തന്നെ അത് വരുള്ളൂ. നിഫ്റ്റി എന്നടിക്കുക. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് PE എന്നടിക്കുക. PE. അതിനുശേഷം വീണ്ടും സ്പേസ് ഇട്ടിട്ട് നമ്മുടെ സ്ട്രൈക്ക് അടിക്കണം. സ്ട്രൈക്ക് എത്രയാണ്? നമ്മൾ സെല് ചെയ്യാൻ പോകുന്നത് 23,650 അല്ലെ. 23,650. ഓക്കെ അല്ലേ? എത്ര ചെയ്തിരുന്നോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനുശേഷം നമ്മുടെ ഡേറ്റ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 24-ാം തീയതി ആണ് അല്ലെ. അപ്പൊ നിഫ്റ്റിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത എക്സ്പയറി എന്നാണ്? 28-ാം തീയതിയാണ് അല്ലെ. 28-ാം തീയതി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കാണിക്കണം എന്നില്ല. അത് നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ കാണുള്ളൂ. ഏതാണ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അത് രണ്ടും ഒരേ ഡേറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മളിവിടെ സെൻസിബിളിൽ നോക്കിയാൽ സെൻസിബിളിൽ അത് ഓട്ടോമാറ്റിക് ഒരു റീസെന്റ് ഡേറ്റ് ഇട്ട് തരും. അതുകൊണ്ട് നമ്മളിതൊന്നും അറിയണില്ല, ഈ കോംപ്ലക്സിറ്റീസ് ഒന്നും നമ്മൾ അറിയണില്ല എന്നുള്ളൂ. സെൻസിബിളിൽ ഓൾറെഡി ഇവിടെ ഡേറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. 28 ജൂലൈ ഓട്ടോമാറ്റിക്കലി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് അത് അവര് നമുക്ക് അതേ കാണിച്ചു തരുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റില്ല.
പക്ഷെ ബ്രോക്കേഴ്സിന്റെ ടെർമിനലിൽ നമ്മൾ സെർച്ച് ചെയ്ത് വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പോ അതില് ഓഗസ്റ്റ് മാസത്തിലെ എക്സ്പയറി കാണിക്കും, സെപ്റ്റംബർ മാസത്തിലെ എക്സ്പയറി വരെ കാണിക്കും. സംസാരിക്കുന്നത് ക്ലിയർ അല്ല. സംസാരിക്കുന്നത് ക്ലിയർ അല്ല, വോയിസ് കട്ടാവുന്നുണ്ട് അല്ലേ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യട്ടാ. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് പോയല്ലോ. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട്.
ഓക്കെ. ഓക്കെ ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ശരിയാണ് ശരി. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇവിടെ 2-3 വൈഫൈ ഉണ്ട്. അപ്പൊ അതില് ഈ ലൊക്കേഷൻ അങ്ങോട്ട് ഇടയ്ക്ക് മാറുമ്പോൾ വൈഫൈ റേഞ്ച് കുറയുന്നുണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ വോയിസ് കട്ടാവുക അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് കട്ടാവുക ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. കാരണം എനിക്കത് അറിയാൻ പറ്റില്ല. ചിലപ്പോ ഇവിടെ എഴുതി കാണിക്കാറുണ്ട്, പക്ഷെ ചിലപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിട്ടും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാറുണ്ട്, ചിലപ്പോൾ എഴുതി കാണിക്കൂല. ഓക്കെ, അപ്പോ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ പേര് കൊടുത്തു. അതിനുശേഷം വീണ്ടും അടുത്ത സ്ക്രീനിൽ കാണുന്നത് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിഫ്റ്റി സ്പേസ് PE സ്പേസ് 23,650 സ്പേസ് അത് കഴിഞ്ഞിട്ട് ഡേറ്റും കൊടുക്കണം അല്ലെ? ഡേറ്റ് ഇപ്പോ ഫോർ എക്സാമ്പിൾ 24/28 ആണെങ്കിൽ 28 അടിക്കുക, 28. ഓക്കെ, ചിലപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി വരും, ചിലപ്പോൾ നമ്മൾ 28 അടിച്ചാലാണ് കാണുള്ളൂ. അപ്പോ 23,650 ലാസ്റ്റ് എക്സ്പയറി ആണെങ്കിൽ വേറെ ഒന്നും അടിക്കണ്ട, ജൂലൈ എന്നുള്ള മന്ത് അടിച്ചാൽ മതി. അതിനിടയ്ക്കുള്ള എക്സ്പയറി ആണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി, അപ്പൊ അത് നമ്മൾ അടിക്കേണ്ടി വരും. ചില ബ്രോക്കേഴ്സിൽ ഇത് ഓട്ടോമാറ്റിക് ലാസ്റ്റ് എക്സ്പയറി ഏറ്റവും ആദ്യം വന്ന് കെടുക്കും. ചില ബ്രോക്കേഴ്സിൽ നമ്മൾ അടിച്ചത് മാത്രമേ വരുള്ളൂ. അപ്പൊ പല ബ്രോക്കേഴ്സും പലതരത്തിലാണ്. ചില ബ്രോക്കേഴ്സിന്റെ സെർച്ച് എഞ്ചിൻ കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ്. നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് അവർ തന്നെ ഗസ് ചെയ്തെടുക്കും. ചിലത് നമ്മൾ കൃത്യമായിട്ട് അടിക്കേണ്ടി വരും. അപ്പൊ ഫോർമാറ്റ് ഓർത്തിരിക്കുക. ആദ്യം ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ നെയിം, രണ്ടാമതായിട്ട് എന്താണ് ഓപ്ഷൻ ടൈപ്പ്, അതായത് കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ എന്നുള്ളത്, അത് PE അല്ലെങ്കിൽ CE എന്ന് പറഞ്ഞാൽ തന്നെ അടിക്കണം. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് സ്ട്രൈക്ക് പ്രൈസ്, അത് സ്റ്റോക്കിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ, നിഫ്റ്റിക്ക് വ്യത്യാസം ഉണ്ടാവും, ഓരോ സമയത്ത് വ്യത്യാസം ഉണ്ടാവും. ദെൻ ഡേറ്റ്. ഈ 4 ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് അടിച്ചാൽ തന്നെയാണ് അത് കാണിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യം 28 ജൂലൈ അടിച്ചാൽ 28 അടിച്ചാൽ 28 എന്ന് പറഞ്ഞാൽ കാണിക്കില്ല. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും, ഈ 28 ജൂലൈ മാത്രം എന്താ ഇല്ലാത്ത. അപ്പൊ ശ്രദ്ധിക്കുക, 28 ഏറ്റവും അവസാനത്തെ മെയിൻ എക്സ്പയറിയിൽ ആ ഡേറ്റ് കാണിക്കില്ല. ജൂലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ലാസ്റ്റ് എക്സ്പയറി ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല 28 എന്നുള്ളത്. പക്ഷെ ബാക്കിയുള്ള 3 ആഴ്ചകളിൽ എക്സ്പയറി ഡേറ്റിൽ ആ ആഴ്ചയുടെ ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാലണ്ടറിൽ നോക്കുകയാണെങ്കിൽ 28 കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി 24th ഇന്ന് അല്ലെ? അപ്പൊ അടുത്ത എക്സ്പയറി എന്താണ്? 28th ട്യൂസ്ഡേ ജൂലൈ. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി എന്താണ്? ഓഗസ്റ്റ് 4-ാം തീയതി. അപ്പൊ ഓഗസ്റ്റ് 4ന്റെ എക്സ്പയറി ആണെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് എക്സ്പയറി സെലക്ട് ചെയ്യരുത്, അത് തെറ്റാണ്. ഓഗസ്റ്റ് എക്സ്പയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഡേറ്റിൽ എക്സ്പയറി ആയിരിക്കും? വെറും ഓഗസ്റ്റ് എക്സ്പയറി എന്ന് വെച്ചാൽ ഏത് ഡേറ്റിലേക്ക് പോവാ? 25 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തെറ്റ് പറ്റരുത്. 4 ആണെങ്കിൽ ആ 4 തന്നെ അടിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ, ലിക്വിഡിറ്റി കുറഞ്ഞ മറ്റേതോ വിലയുടെ മറ്റേതോ സ്ട്രൈക്കാണ് നമ്മൾ സെല് ചെയ്യണത്, നമ്മൾ വാങ്ങണതോ അത് തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ എഫക്ട് നമ്മൾ സെൻസിബിളിൽ എടുത്ത് നോക്കണമെന്ന് ആവില്ലേ കാണാം. ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടായേക്കാം ഡേറ്റ് ഒക്കെ തെറ്റിയെടുത്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും അടിച്ച് നിങ്ങൾ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് സ്റ്റോക്കിൽ ഡയറക്റ്റ് സ്ട്രൈക്ക് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ടല്ലോ ഫുൾ ഡീറ്റെയിൽസ്. ഫസ്റ്റ് സ്റ്റോക്കില് സ്ട്രൈക്ക് പ്രൈസ് അടിക്കുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽസ്. എല്ലാ ബ്രോക്കേഴ്സിലും അങ്ങനെ വരണമെന്നില്ല. അതിപ്പോ പല ബ്രോക്കേഴ്സും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം കയറി വരാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ആദ്യം തന്നെ കയറി വരാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ സ്റ്റോക്സുകളിൽ അങ്ങനെ വരണമെന്നില്ല. അപ്പൊ നമ്മളെല്ലാം സ്പെസിഫിക് ആയിട്ട് അടിച്ചു കൊടുത്താൽ തന്നെ വരുള്ളൂ. ഇപ്പൊ നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് വെറുതെ 23,650 അടിച്ചാൽ അത് കയറി വരും. പക്ഷെ 1000 അടിച്ചാൽ ഏത് കയറി വരും? പല സ്റ്റോക്കുകളില്ലേ. അങ്ങനെ കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ബൈ ഓർ ആഡ് സെൽ എന്ന് പറഞ്ഞിട്ട് 2 ബട്ടണാണ് കാണിക്കുക. അപ്പൊ നമ്മൾ സാധാരണ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ബൈ ഓർ സെൽ അല്ലെങ്കിൽ ബൈ ഓർ എക്സിറ്റ് എന്നൊക്കെ കാണിക്കാറില്ലേ? അതുപോലെ ഒരു ഗ്രീൻ കളർ റെഡ് കളർ ആയിട്ട് ആഡ് ബൈ ഓർ ആഡ് സെൽ എന്നാണ് കാണിക്കുക. അപ്പൊ നമ്മളിവിടെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ആഡ് സെല്ല് അല്ലെ? അപ്പൊ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാണ്. അപ്പൊ അവിടെ കാണാൻ പറ്റും അതിന്റെ ലോട്ട് സൈസ് എത്രയാണ്, അതിന്റെ പ്രൈസ് എത്രയാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വോയിസ് ഇട്ടിട്ട് ഒരു ഐഡിയ കിട്ടില്ല നമുക്ക്. ആ ബാസ്ക്കറ്റിൽ ഇത് കാണാനില്ല, ആഡ് എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. അപ്പൊ ചെയ്ത് നോക്കുക. എത്രയാണ് കാണിക്കുന്നത്?
ജൂലൈ 23,650 പിയുടെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ് കാണിക്കുന്നത്? 135, 136. ഓക്കെ, അപ്പൊ അത് ഏറ്റവും അടിയിൽ ആഡ് ടു ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വൈപ്പ് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? അത് സ്വൈപ്പ് ചെയ്യാം. അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നില്ല, ജസ്റ്റ് അത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ, നമുക്ക് അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഇല്ലെങ്കിലും അത് ആഡ് ആവും. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഓൾറെഡി സെൽ പൊസിഷൻ അവിടെ ആഡ് ആയി കിടക്കുന്നുണ്ട് അല്ലെ. വീണ്ടും അതുപോലെ തന്നെ ബൈ ആഡ് ചെയ്യാം, ആഡ് കൊടുക്കുക, നിഫ്റ്റി അടിക്കുക. ഓക്കെ, നിഫ്റ്റി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നിഫ്റ്റി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചേഴ്സിന്റെ 3 എക്സ്പയറി കാണാം. ഏത് സ്ട്രൈക്കാണ് ആദ്യം കാണുന്നത്? 650 തന്നെ വരുന്നുണ്ടോ? വെറുതെ നിഫ്റ്റി അടിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? നേരത്തെ എമൗണ്ട് വരില്ലേ, ജൂലൈ ഫ്യൂച്ചർ, ഓഗസ്റ്റ് ഫ്യൂച്ചർ, സെപ്റ്റംബർ ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ജൂലൈ 23,850. അതായത് ഒരു ബന്ധമില്ല, നമുക്ക് വേണ്ടത് 650 അല്ലേ. അപ്പൊ അത് കൃത്യമായിട്ട് അത് അവിടെ അടിച്ചു കൊടുത്താൽ തന്നെ വരുള്ളൂ. ഓക്കെ, ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് 23,650 ആയിരിക്കും. കാരണം അതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 850 എത്രയോ അകലെയാണ്, പക്ഷെ ഇവിടെ കാണിക്കുന്നത് 850 ആയിരിക്കും. അപ്പൊ 23,650 തന്നെ അടിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതും മണിങ്ങി റെഡി ആവുമായിരിക്കും. ഓക്കെ, 650 അടിച്ചു കഴിഞ്ഞാല് പിന്നെ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്. ആ ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്താലും മതി മാനുവലി. അപ്പൊ ഇത്രയെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യണം. PEC അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട, അത് കയറി വരും. ഓക്കെ, അപ്പൊ ഇതൊരു ഹാബിറ്റ് ആക്കാം. നിഫ്റ്റി 23,650 PE. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ മതി മാനുവലി. ഡേറ്റ് നമ്മൾ അടിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തില്ലേ? അപ്പൊ അതില് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? 23,650 ജൂലൈ PE എന്ന് പറഞ്ഞ് കാണിക്കും അല്ലെ. അതാണ് ഏറ്റവും ജൂലൈ 28-ാം തീയതിയിലത്തെ പുട്ട് ഓപ്ഷൻ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അല്ലെ. ജൂലൈ ഓപ്ഷൻ വരുന്നില്ല. ജൂലൈ ഓപ്ഷൻ വരുന്നില്ല. പിന്നെ എന്തൊക്കെയാണ്? 4th ഓഗസ്റ്റ്, 11th ഓഗസ്റ്റ്, 18th ഓഗസ്റ്റ് ഒക്കെ വരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? ജൂലൈ ഓപ്ഷൻ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ വരുന്നില്ല എന്ന് പറഞ്ഞു ഗൗരിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. എന്തൊക്കെയാണ് നമ്മൾ സെർച്ചിൽ ബട്ടണിൽ കൊടുത്തേക്കുന്നത്? നിഫ്റ്റി ഉണ്ട്, നിഫ്റ്റി 23,650 ബി. എല്ലാത്തും സ്പേസ് ഒക്കെ ഇട്ടിട്ടില്ലേ കറക്റ്റ് ആയിട്ട്? സ്പേസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജൂലൈ കാണിക്കുന്നില്ല. ജൂലൈ കാണിക്കുന്നില്ല. ജൂലൈ ഓക്കെ ഇപ്പൊ വന്നു. ഓക്കെ ഓക്കെ, അത് ചിലപ്പോ നമ്മൾ ശ്രദ്ധിക്കില്ല. ഏറ്റവും ആദ്യം വന്ന് എടുക്കണ്ടാവും മിക്കപ്പോഴും. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബൈ വേണോ സെല്ല് വേണോ എന്ന് ചോദിക്കും. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബൈ അല്ലേ. ആഡ് ബൈ കൊടുക്കാം. എന്നിട്ട് ആഡ് ടു ബാസ്ക്കറ്റ് എന്ന് കൊടുക്കുക. അപ്പൊ അവിടെ റേറ്റ് കാണിക്കുക. എത്ര റേറ്റ് കാണിക്കണത്? ആഡ് ടു ബാസ്ക്കറ്റ് സ്റ്റോപ്പ് ലോസ് 128.75. കൊടുക്കാം അല്ലെ. അപ്പൊ ആഡ് ടു ബാസ്ക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൾറെഡി ബാസ്ക്കറ്റിൽ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ താഴത്തുള്ള എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓർഡർ ടൈപ്പും ഇൻട്രാഡേ ആണെങ്കിൽ ഇൻട്രാഡേ തന്നെ കൊടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഡെലിവറി കൊടുക്കരുത്. അപ്പൊ സാധാരണ നിലയ്ക്ക് ഈ സ്പ്രെഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെലിവറി കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണുന്ന മാക്സിമം ലോസ് 1,500-2,000 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പൊസിഷൻ നമ്മൾ സ്വിച്ച് ചെയ്യണത് നല്ലതല്ല. ഇപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഇൻട്രാഡേ എടുത്തു കഴിഞ്ഞിട്ട് ഡെലിവറി ആക്കി മാറ്റാം, എങ്ങനെയാണ്? നല്ല കാര്യമാണോ? നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ടാർഗറ്റ് അടിച്ചില്ല, നാളെ നല്ല കാര്യമല്ല. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളൂ. അത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആരും യൂസ് ചെയ്യാറില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. ഇൻട്രാഡേ അനലൈസ് ചെയ്താൽ ആ ഇൻട്രാഡേയുടെ ഉള്ളിൽ തന്നെ നമ്മൾ അതിന്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എത്തിയില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അടുത്ത ദിവസം പുതിയ വ്യൂ ആണ്. അല്ലെങ്കിൽ മാർക്കറ്റ് പല ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടാവാനും വലിയ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഡെലിവറി എടുത്തത് ഹോൾഡ് ചെയ്തതിൽ ഒരു അർത്ഥമില്ല. അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റി ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ, സ്കാൽപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു 400-500 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം ലോസ് വരുള്ളൂ. അവിടെ 1,500-2,000 കാണിച്ചാലും
നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്ക് സാധാരണ നിലയ്ക്ക് നിഫ്റ്റി ഒരു ദിവസം കൊണ്ട് മൂവ് ചെയ്യുന്ന അത് ഏകദേശം ഒരു 0.80 1%, 1.20% മാക്സിമം മൂവ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 500-600 രൂപയ്ക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ എഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്. ഇൻട്രാഡേ ആക്കിയില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഹോൾഡ് ആവും. അപ്പൊ പിറ്റേ ദിവസം ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ നിങ്ങൾക്ക് 1500-2000 നഷ്ടം വരും. അതുപോലെ തന്നെ ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവും. ലിമിറ്റ് ഓർഡറിന്റെ കാര്യമില്ല, ഇത് ആക്ച്വലി മാർക്കറ്റ് ഓർഡറിനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നിഫ്റ്റിയിൽ മറക്കരുത്, ലിമിറ്റ് ഓർഡറിനല്ല മാർക്കറ്റ് ഓർഡറിനാണ്. അപ്പൊ ആ ഓർഡർ ടൈപ്പ് നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവണം. ഇനി നേരെ മറിച്ച് സ്റ്റോക്സുകളാണെങ്കിൽ ലിമിറ്റ് ഓർഡർ ആണ് ഇടേണ്ടത്, മാർക്കറ്റ് ഓർഡർ അവൈലബിൾ അല്ല. ഇതിനകത്ത് ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഡെലിവറി ലിമിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇൻട്രാഡേ മാർക്കറ്റ് ആണ് ആക്കേണ്ടത്. അതെങ്ങനെ മാറ്റാം? അത് മാറ്റണത് നമുക്ക് വേണമെങ്കിൽ അതുമ്പോൾ പോയി കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാം. എന്നിട്ട് ഡെലിവറി ആക്കാം, ഇൻട്രാഡേ ആക്കാം, മാർക്കറ്റ് ആക്കാം. എന്നിട്ട് മോഡിഫൈ ബട്ടൺ സ്വൈപ്പ് ചെയ്താൽ മതി. മോഡിഫൈ ചെയ്യാം അല്ലെ? നമ്മൊന്ന് ക്ലിക്ക് ചെയ്താൽ മോഡിഫൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ പോയിട്ട് ഇൻട്രാഡേ ആക്കാം, മാർക്കറ്റ് ആക്കാം, മോഡിഫൈ സ്വൈപ്പ് ചെയ്യാം. കണ്ടു. ഇനി ഫൈനൽ എക്സിക്യൂഷൻ ബട്ടൺ ആണ് ഏറ്റവും അവസാനം കാണുന്നത്. അതിന്റെ പേര് എക്സിക്യൂട്ട് തന്നെയാണ്. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആ ട്രേഡ് അപ്പൊ തന്നെ വീഴും. അപ്പൊ അതിന് നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വീഴുള്ളൂ. ആ കാണിച്ചിരിക്കുന്ന 40,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത് വീഴുള്ളൂ. അല്ലെങ്കിൽ എറർ കാണിക്കും, ക്യാപിറ്റൽ ബാലൻസ് ഇല്ലാന്ന് കാണിക്കും. ഓക്കെ അല്ലേ? എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ ഫസ്റ്റ് സ്റ്റോക്കില്? സർ പക്ഷെ മേലെ പോസ്റ്റ് ട്രേഡ് മാർജിൻ 1,70,000 ആണല്ലോ കാണിക്കുന്നത്. ഏതിലാ? അത് കുഴപ്പമില്ല. അതിപ്പോ നമ്മൾ സെല്ലും ബൈയും നമ്മൾ തന്നെ ചെയ്യണതുകൊണ്ട് നമ്മൾ ഏകദേശം സെൻസിബിളിൽ കാണിക്കുന്ന ആ ഒരു 40,000 രൂപയാണ് ഇതിൽ ക്യാപിറ്റൽ യൂസ് ആവുള്ളൂ. അത്രയും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ അത് എക്സിക്യൂട്ട് ആവും. പിന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അതെങ്ങനെ എറേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് എറർ എന്നുള്ളത് പലപ്പോഴും ഇംഗ്ലീഷിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാരഗ്രാഫിൽ ചിലപ്പോൾ വരും. അതായത് നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാനുള്ള മാർജിൻ ഇല്ല. അതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾ സെല്ല് ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ക്യാപിറ്റൽ ബാലൻസ് ഇല്ലെങ്കിൽ വരും. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ അപ്പ് എക്സിക്യൂട്ട് ആവില്ല, കുറച്ച് കഴിയുമ്പോഴാണ് എക്സിക്യൂട്ട് ആവുക. വിലയിൽ വന്നാൽ എക്സിക്യൂട്ട് ആവുള്ളൂ, ചിലപ്പോൾ വരണമെന്നില്ല. ഓക്കെ, ഇൻട്രാഡേക്ക് പകരം ഡെലിവറി ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ മാനുവലി ഓർത്ത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യണം എന്നുള്ളൂ. അല്ലെങ്കിൽ അത് ഹോൾഡ് ആവും, നാളേക്ക് വലിയ ലോസ് വന്നേക്കാം, അത്രേ ഉള്ളൂ. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ നോ ഗ്യാരണ്ടി എക്സിക്യൂഷൻ. മാർക്കറ്റ് ഓർഡറിനാണെങ്കിലാണ് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് ഓർഡർ ചെയ്യണം നല്ലതാണ്, കാരണം നമുക്ക് സ്പ്രെഡ് വരില്ല. പക്ഷെ ഇവിടെ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ലെഗാണ്. ഒരെണ്ണം എക്സിക്യൂട്ട് ആവുകയും മറ്റേത് എക്സിക്യൂട്ട് ആവാതിരിക്കുകയും ചെയ്യുന്നത് റിസ്ക് ആണ് അല്ലെ? നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്താൽ സെല്ല് ആയില്ലെങ്കിൽ ബൈ ചെയ്തതിന്റെ ലോസ് നമുക്ക് വരില്ലേ? ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമുക്ക് 5,000-10,000 ലോസ് വരാലോ ഹോൾഡ് ആയാല്. ഹോൾഡ് ആവാന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് നമുക്ക് ക്യാൻസൽ ആയി പോയില്ലെങ്കിൽ. അപ്പൊ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ബൈ മാത്രം ചെയ്താൽ, ലിമിറ്റ് ഓർഡറിന് ചെയ്താൽ ബൈ എക്സിക്യൂട്ട് ആവുകയും സെൽ എക്സിക്യൂട്ട് ആവാതിരിക്കുകയും ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അവിടെ. അത് ഹോൾഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് വരും. അപ്പോൾ ഇതിൽ ഒരു റൂളും തെറ്റിക്കാതെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. തൽക്കാലം നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണത്, ട്രേഡ് ചെയ്യണത് ഫ്രണ്ട് പേജിൽ പോയിട്ട് പേപ്പർ ട്രേഡ് ചെയ്താലും മതി. പക്ഷേ ഇത് റിയാലിറ്റിയിൽ പൈസയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 40,000 രൂപയിൽ മേലെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരെണ്ണം ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, കുറച്ചു നേരം അവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 200-300 ലോസോ പ്രോഫിറ്റോ നമ്മുടെ ഡയറക്ഷൻ പോണ പോലെ പോകും അല്ലെ? ഒരു 200-300 രൂപ പ്രോഫിറ്റോ ലോസോ വന്നാൽ തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വരും, ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ലോസ് വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും. അക്കൗണ്ടിൽ വലിയ ലോസ് വരില്ല, ആ ചാർജസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 50 രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ ഇൻട്രാഡേ ആയിട്ട് നിങ്ങൾ ചെയ്താൽ തന്നെയും മാക്സിമം റിസ്ക് ഒരു 500-600 രൂപയ്ക്ക് വരാറുള്ളൂ. അത് നമ്മൾ എത്ര വരുന്നുള്ളത് സെൻസിബിളിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളത് ഓൾറെഡി പഠിച്ചല്ലോ. സെൻസിബിളിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അറിയാം. ഇപ്പൊ ഈ ഒരു സ്ട്രൈക്ക് അപ്പൊ നമ്മളോട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ലോസ് 1,200 ഉള്ളൂ. പക്ഷെ അതുപോലും വരില്ല, അത് എക്സ്പയറിയുടെ അടുക്കുമ്പോഴല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഫ്രൈഡേ 3:30 ആകുമ്പോഴേക്കും നമുക്ക്
മാർക്കറ്റ് ഏകദേശം ഒരു ശതമാനം താഴത്തേക്ക് വീണാൽ, 0.5% താഴത്തേക്ക് വീണാൽ നമുക്ക് 111 രൂപ റിസ്ക് ഉള്ളൂ. 1% താഴത്തേക്ക് വീണാൽ നമുക്ക് 320 രൂപയാണ് റിസ്ക് ഉള്ളൂ. സാധാരണ നിലയ്ക്ക് നിഫ്റ്റി 1%-ലും കൂടുതലൊന്നും ഒരു ദിവസം അങ്ങനെ മൂവ് ചെയ്യാറില്ല. മാർക്കറ്റ് ഓൺ ടൈമിൽ ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ 3%, 4% ഒക്കെ ഫോളോ വന്നേക്കാം. മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ നിലയ്ക്ക് 1%-ന്റെ ഒക്കെ മൂവ്മെന്റ് ആണ് വരാറ്. ഇപ്പൊ നമ്മളൊരു ട്രേഡ് ഒക്കെ എടുത്തു കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ മറന്നാലും, സ്റ്റോപ്പ് ലോസ് ടൈമിൽ നമ്മൾ അലേർട്ട് കേൾക്കാൻ മറന്നാലും, അത് എക്സിറ്റ് ചെയ്തില്ലെങ്കിലും സാധാരണ നിലയ്ക്ക് ഒരു 300-500 രൂപയാണ് നഷ്ടം വരുള്ളൂ. അപ്പൊ എടുത്ത് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സ്പ്രെഡ് ഒക്കെ ആയിട്ട് പോകും. അത് ഏകദേശം ഒരു 78 രൂപ 70 രൂപയൊക്കെ ചാർജസും വരും ഒരു ലോട്ടുമോ. പിന്നെ സ്പ്രെഡ് ഒക്കെ ആയിട്ടൊരു 50-100 രൂപ പോവും. അപ്പൊ അങ്ങനെ ഒരു 10-250 രൂപ എക്സിക്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല ട്രേഡ് അല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മുടെ പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഫ്രണ്ട് പേജ് യൂസ് ചെയ്യാം. പക്ഷെ ഫ്രണ്ട് പേജിൽ കുറെ കാര്യങ്ങൾ കുറവുണ്ട്. ഇങ്ങനെ ബാസ്ക്കറ്റ് ഒന്നുമില്ല, വെറുതെ ഒരെണ്ണം ബൈ ചെയ്യാൻ സെല് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അത് റിയൽ എക്സിക്യൂഷനെ എമുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ റിയൽ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റോക്കോ അല്ലെങ്കിൽ സെറോദ ബ്രോക്കറിൽ തന്നെ ബാസ്ക്കറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഈസിയാണ് സെൻസിബിൾ അല്ലെ? സെൻസിബിൾ നമ്മൾ പോയിട്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ആയി. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് സെൻസിബിൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിഫ്റ്റിയിൽ സെല്ലിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോ എന്താണ് നമ്മളുടെ സ്റ്റെപ്പുകൾ? ഒന്നും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാമോ? മൊബൈൽ നോക്കാണ്ട് നിങ്ങൾ ചെയ്തു നോക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് പറയാൻ പറ്റും. അതിൽ സ്റ്റെപ്പുകൾ മിസ്സായാലും കുഴപ്പമില്ല. എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് ഒരു ബ്രോക്കർ എടുത്ത് പോയിട്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ അതിന്റെ സ്റ്റെപ്സുകൾ? മൊബൈൽ നോക്കാതെ നിങ്ങൾ ഓൾറെഡി ചെയ്തതല്ലേ, അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഗൗരി ഒന്ന് ട്രൈ ചെയ്യാവോ? ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് നമ്മള് ഓർഡേഴ്സ് എടുക്കണം. ഓക്കെ, അതിൽ പോയിട്ട് ബാസ്ക്കറ്റ്, ഓക്കെ, പിന്നെ നെയിം ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ബട്ടൺ കാണും. ഓക്കെ, അതിന് നെയിം കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ ആഡ് കൊടുത്താല് നമുക്ക് ഏതാ സ്ട്രൈക്ക് പ്രൈസ് വേണ്ടത് അത് അടിച്ചു കൊടുക്കണം. ഓക്കെ, ഫോർമാറ്റ് നിഫ്റ്റി, then strike price, then PE or CE, ഓക്കെ, then date. ഇപ്പൊ ജൂലൈ മന്ത് എൻഡിലാണെങ്കിൽ ജൂലൈ എന്നായിട്ട് വരിക, നെക്സ്റ്റ് മന്തിന്റെ ആണെങ്കിൽ ഓരോ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, then add to basket. ഓക്കെ, നമ്മൾ ഏത് ഓർഡറാണ് എടുക്കേണ്ടത്? PE sell first and then buy. ഏത് ഓർഡർ ടൈപ്പാണ് ചൂസ് ചെയ്യേണ്ടത്? ഡെലിവറി, മാർക്കറ്റ് ഓർഡർ. യെസ്, മാർക്കറ്റ് ഓർഡർ. അവിടെ തെറ്റരുത്, ലിമിറ്റ് ഓർഡർ അല്ല, മാർക്കറ്റ് ഓർഡർ. ലിമിറ്റ് ഓർഡർ എടുത്താൽ ഒരെണ്ണം എക്സിക്യൂട്ട് ആവും, ഒരെണ്ണം എക്സിക്യൂട്ട് ആവണമെന്നില്ല. അത് ആ വിലയിലേക്ക് വന്നാൽ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളിൽ? നമ്മൾ ഇത് എപ്പോഴും കട്ട് ചെയ്യണ്ടേ? ഇത് കട്ട് ചെയ്യണ്ട. നമ്മൾ ഇൻട്രാഡേ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് അവസാനിക്കുമ്പോൾ കട്ടായിക്കോളും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഉണ്ടായിരിക്കുമല്ലോ, അവിടെ നമ്മളൊരു അലേർട്ട് വെക്കാം. ആ അലേർട്ട് ട്രേഡിംഗ് വീലും വെക്കാം. ഇപ്പൊ നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ട്രേഡിംഗ് വീൽ തന്നെ അലേർട്ട് വെക്കാം. ഇതിൽ 3 അലേർട്ടുകൾ ഫ്രീ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ തന്നെ അലേർട്ട് വെക്കാം. സെറോദയിലാണെങ്കിൽ സെറോദയിൽ തന്നെ അലേർട്ട് വെക്കാം. അപ്പൊ നിങ്ങൾ ഈ ഓർഡേഴ്സിൽ പോയിട്ട് മേലെ ബാസ്ക്കറ്റ് എന്ന് കണ്ടില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കിയാൽ അലേർട്ട് എന്ന് കാണാം. അതിൽ പോയി അലേർട്ട് വെക്കാം. അപ്പൊ അലേർട്ട് ബെല്ലടിക്കുമ്പോൾ അത് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യാം. നമുക്കൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഉണ്ടായിരിക്കണമല്ലോ. ഇൻ കേസ് ഈവനിങ് 3:30 ആകുമ്പോൾ പോലും നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചില്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ചെയ്യാറുള്ള ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഇൻട്രാഡേ നമ്മൾ ചെയ്യുന്ന പോലെ 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് അത് സ്വൈപ്പ് ചെയ്ത് മാനുവലി എക്സിറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചാർജ് പോകും. അപ്പൊ ഒരു ട്രേഡിനാണ് സ്ക്വയർ ഓഫ് ചാർജ് അപ്രോക്സിമേറ്റ്ലി 59 രൂപയാണ്. അപ്പൊ 2 ട്രേഡിന് 100 രൂപ വെറുതെ പോകും.
അപ്പൊ ഒരു അലാറം വെച്ചിട്ട് 3 മണിക്ക് അത് മാനുവൽ എക്സിറ്റ് ചെയ്യാം. അതിന് മുമ്പ് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാനുവൽ എക്സിറ്റ് ചെയ്യുമല്ലോ നമ്മൾ. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയില്ല, നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ടാർഗറ്റ് എത്തിയില്ല, അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അലാറം അടിക്കില്ല. 3 മണിക്ക് അത് സ്കോർ ഓഫ് ചെയ്യണം മാനുവലി. ഓക്കെ, അപ്പോ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ റിവേഴ്സ് ഒന്ന് ചെയ്തു നോക്കിയിട്ട് വരാം. ഇതിന്റെ റിവേഴ്സ് എങ്ങനെയായിരിക്കും, ഇത് എക്സിക്യൂഷൻ ചെയ്തു നോക്കണം, അത് മറക്കരുത്, അത് ഇന്ന് തന്നെ ചെയ്ത് നോക്കിക്കോ. അതല്ലാതെ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട് വരേണ്ടത് റിവേഴ്സ് ഇല്ല. റിവേഴ്സ് എന്തായിരിക്കും, ഇതിന് നേരെ ഇൻവെർട്ടഡ് വെർഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയുടെ പേര് ബുൾ പുട്ട് സ്പ്രെഡ് അല്ലെ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ എന്തായിരിക്കും സ്ട്രാറ്റജിയുടെ പേര്? ബെയർ കോൾ സ്പ്രെഡ്. ബെയർ കോൾ സ്പ്രെഡ്. അപ്പൊ ബെയർ കോൾ സ്പ്രെഡ് നമ്മളൊന്ന് സെൻസിബിളിൽ ചെയ്തു നോക്കാം. ബെയർ കോൾ സ്പ്രെഡ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് സെൻസിബിളിൽ ചെയ്തു നോക്കാം. മിക്കതും ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയേക്കണതല്ലേ, ഒരു ബേസിക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, നേരെ തിരിച്ചിട്ടാ മതി അല്ലെ. പുട്ട് ഓപ്ഷൻ ആവണതിന് പകരം കോൾ ഓപ്ഷൻ ആയിരിക്കും, നമ്മളുടെ വ്യൂ ബുള്ളിഷിന് പകരം ബെയറിഷ് ആയിരിക്കും അല്ലെ. സെൻസിബിളിൽ ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിന് പകരം ലെഫ്റ്റ് സൈഡിലായിരിക്കും എക്സിക്യൂഷൻ സെലക്ട് ചെയ്യേണ്ടത്. അത്രേ വ്യത്യാസമുള്ളൂ. നമുക്ക് അടുത്ത ദിവസം അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചാർട്ട് അനാലിസിസിലേക്ക് പോയിട്ട് ഒരു റിയൽ ട്രേഡ് സെല്ല് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം നെക്സ്റ്റ് ഡേയ്സിൽ. ഓക്കെ, ആരും എന്ത് ചോദിച്ചല്ലോ? ഈ ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? രണ്ടും ബുള്ളിഷ് ആണല്ലോ, അപ്പൊ ഇങ്ങനെ ബുള്ളിഷ് ആണ്. നമ്മള് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രെഡിറ്റ് സ്പ്രെഡുകൾ മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ബുൾ പുട്ട് സ്പ്രെഡ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രെഡിറ്റ് സ്ട്രാറ്റജിയാണ്. അതായത് ഒരു സെല്ലേഴ്സ് പെർസ്പെക്റ്റീവിലുള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ATM ആണല്ലോ നമ്മൾ സെല് ചെയ്യുന്നത്, OTM ആണല്ലേ നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പോ നമ്മൾ കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യുന്നു, കുറവ് പ്രീമിയം മറ്റൊരു സെല്ലർക്ക് കെട്ടിവെക്കുന്നു. അപ്പൊ നെറ്റ് പ്രീമിയം നോക്കുകയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇതിന് ക്രെഡിറ്റ് സ്പ്രെഡ് എന്നുള്ള പേര്. അതായത് പ്രീമിയം നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ഈ സ്ട്രാറ്റജിയിൽ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബുൾ കോൾ സ്പ്രെഡ്. നമ്മൾ പ്രീമിയം കെട്ടിവെക്കുകയാണ്. അതായത് ഓപ്ഷൻ ബൈയറുടെ പെർസ്പെക്റ്റീവിലുള്ള സ്ട്രാറ്റജിയാണ്. അതായത് മാർക്കറ്റ് ശകലം മൊമെന്റത്തിൽ മൂവ് ചെയ്താലാണ് അതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. നമ്പർ 1, പ്രോഫിറ്റ് ജനറലി കൂടുതലായിരിക്കും. ലോസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം എന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബൈയിങ് പോലെ തന്നെയാണ് വരിക. ഓൾറെഡി നമുക്ക് ബൈയിങ്ങിലെ കാര്യം അറിയാലോ, മൊമെന്റം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, പക്ഷെ പ്രോഫിറ്റ് കൂടുതലായിരിക്കുമല്ലോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നിഫ്റ്റി 650 നിൽക്കണമെന്നുണ്ടെങ്കിൽ പുട്ട് കോൾ സ്പ്രെഡ്, അപ്പോൾ നമ്മൾ കോൾ സൈഡ് ആണ് സെല് ചെയ്യാം. 23,650 നമ്മൾ ATM സെല് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ OTM ബൈ ചെയ്യും. അപ്പൊ OTM എത്രയായിരിക്കും? അപ്പൊ ATM സെല് ചെയ്താൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കണ്ടോ, 2 ലക്ഷം രൂപ വേണം, 1.86. അപ്പൊ അതിന് മിറ്റിഗേറ്റ് ചെയ്യാൻ, ആ ഒരു മാക്സിമം ലോസിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്? കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ? ഗസ് ചെയ്യാവോ? ബുൾ കോൾ സ്പ്രെഡിൽ കോൾ ഓപ്ഷൻ അല്ലേ? കോൾ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്പ്രെഡുകളിലൊക്കെ ഒരേ ടൈപ്പ് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പുട്ട് സ്പ്രെഡ് ആണെങ്കിൽ രണ്ടും പുട്ട്, ബുൾ കോൾ സ്പ്രെഡ് ആണെങ്കിൽ രണ്ടും കോൾ. ബൈ ചെയ്യേണ്ടത് ബുൾ കോൾ സ്പ്രെഡിൽ ബൈ ചെയ്യേണ്ടത് ATM ഓപ്ഷൻ അല്ലേ? അല്ല, സെല് ചെയ്യേണ്ടതാണ് ATM. എപ്പോഴും സെല്ലിങ് ATM, ബൈങ് OTM. സെല് ചെയ്യണതാണ് മെയിൻ ലെഗ്, അത് എപ്പോഴും ATM ആയിരിക്കും ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. മറ്റേത് ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് എപ്പോഴും അകലെയായിരിക്കും, ഇപ്പോഴത്തെ സ്ട്രൈക്കിനായിരിക്കില്ല. അപ്പൊ നോക്കിയേ, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ മാർജിനും അതുപോലെ തന്നെ നമ്മളത് ബൈ ചെയ്തുകൊണ്ട് വളരെ കുറഞ്ഞു. പിന്നെ ഇത് നമ്മൾ ഏത് സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസ് ഒക്കെ മാറി മറിഞ്ഞു വരും. അപ്പൊ അത് ഇപ്പോ പ്രൈസ് നിൽക്കുന്നതിൽ നിന്ന് എത്ര അകലെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് മാറാം. അപ്പൊ നമ്മള് ഇപ്പോ പ്രൈസ് നിൽക്കുന്നത് 632 അല്ലേ. അപ്പൊ 600 ഒന്ന് ചെയ്ത് നോക്കാം. 600 സെല് ചെയ്തു,
650 ബൈ ചെയ്യുന്നു. അപ്പൊ സെൻസിബിളിൽ ഇടയ്ക്ക് എറർ കാണിക്കുന്നുണ്ട്, അത് ലോഡ് ആവാൻ ടൈം എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ്. അതായത് മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസിനേക്കാളും കുറച്ച് കൂടി നിൽക്കണം. അപ്പൊ പല ആൾക്കാരും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പലതരത്തിൽ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ 1.4 ആണ്. അതായത് നമ്മൾ എടുക്കുന്ന റിസ്കിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 1000 രൂപ റിസ്ക് എടുക്കണമെങ്കിൽ 1400 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി ഇത് സ്ട്രൈക്ക് കുറച്ചും കൂടി അകലെ പോയി ബൈ ചെയ്താൽ കുറച്ചും കൂടിയും ട്രേഡിന്റെ ഇമ്പാക്ട് കൂടും, ലോസും കൂടും പ്രോഫിറ്റും കൂടും. 3000 രൂപ ലോസ് വരുന്നിടത്ത് 3500 രൂപ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇതിൽ ചെറിയ പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് ഉണ്ടാവും. ബ്രേക്ക് ഈവൻ പോയിന്റ് 0 അല്ല, കുറച്ച് മേലെയാണ്. അപ്പൊ മാർക്കറ്റ് ഓപ്ഷൻ ബൈ ചെയ്ത പോലെ തന്നെ ശകലം സ്പീഡിൽ പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടണ ഒരു സ്ട്രാറ്റജിയാണത്. മറ്റേതാവുമ്പോൾ നമുക്ക് സ്ലോവിൽ പോയാലും പ്രോഫിറ്റ് കിട്ടും, ഒട്ടും പ്രീമിയം മെൽറ്റിംഗ് ഇല്ലാത്ത, അല്ലെങ്കിൽ പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇത് രണ്ടും വളരെ സിമിലർ ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്. എപ്പോഴും നമുക്ക് ബെറ്റർ എന്താ പറയുക, നമ്മൾ മൊമെന്റത്തെ കൺസിഡർ ചെയ്യാതെ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ പഠിച്ച ബുൾ പുട്ട് സ്പ്രെഡ് തന്നെയാണ്. അതാണ് സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവിലുള്ള സ്ട്രാറ്റജി. എന്നാൽ നമുക്ക് നല്ല കൺവിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ പെട്ടെന്ന് നല്ല മൊമെന്റത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബുൾ കോൾ സ്പ്രെഡും ചെയ്യാം. പക്ഷെ നല്ല മൊമെന്റത്തിലും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ബൈ ചെയ്താൽ പോരെ. അപ്പൊ ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുന്നത് നമ്മളുടെ ക്രെഡിറ്റ് സ്പ്രെഡ്സും ഓപ്ഷൻ ബൈയിങ്ങും ആണ്. അതിന്റെ നടുക്കുള്ള ഒരു എഫക്റ്റ് ആണ് ഡെബിറ്റ് സ്പ്രെഡ്സിന്. ഡെബിറ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അങ്ങോട്ട് കെട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിത് 4 സ്ട്രാറ്റജികളുണ്ട്. അപ്പൊ ഈ 4 സ്ട്രാറ്റജികൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ബുൾ കോൾ സ്പ്രെഡ്, ബുൾ പുട്ട് സ്പ്രെഡ്, ബെയർ കോൾ സ്പ്രെഡ്, ബെയർ പുട്ട് സ്പ്രെഡ്. അപ്പൊ ഈ 4 കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 2 എണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ആ 2 നമുക്ക് തറായിട്ട് വേണമെങ്കിൽ ഈ ഡെബിറ്റ് സ്പ്രെഡ്സ് കൂടി വേറെ കാണാം. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ബുൾ പുട്ട് സ്പ്രെഡ് ആണ്. ഇനി നിങ്ങൾ പോയി ചെയ്തു നോക്കേണ്ടത് ബെയർ കോൾ സ്പ്രെഡ് ആണ്. അല്ലെ, നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്, പക്ഷെ കോൾ ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഈ സൈഡിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വളരെ സിമിലർ ആണ്, നേരെ ഇൻവെർട്ടഡ് പൊസിഷൻ. ഇത് രണ്ടും തറായതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഡെബിറ്റ് സ്പ്രെഡ്സ് ഒന്ന് കാണാം. ഓക്കെ അല്ല, അപ്പൊ ഞാൻ ഈ റെക്കോർഡിങ്